രക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, 25 നോമ്പിലെ 12-ാം ദിനം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ധ്യാനിക്കാം. ഇന്ന് എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരും അത് കുടുംബത്തിലും നാട്ടിലും ഉണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആണ്. അത് നല്ല കാര്യമാണ്. അതാണ് ഇന്ന് വേണ്ടതും. അതിനുവേണ്ടി എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ. സ്വർഗത്തിൽ നിന്നും മാലാഖമാർ പറഞ്ഞ വചനമാണ് ഇത് എങ്കിൽ ഇതിൽ തെറ്റുണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും സമാധാനം വേണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് സന്മനസ്സാണ്. നല്ല മനസ്സുള്ളവർക്ക് സമാധാനം അനുഭവിക്കുവാൻ പറ്റൂ. അവർക്ക് മാത്രമേ സമാധാനം മറ്റുള്ളവർക്ക് നൽകാനും പറ്റൂ. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ എല്ലാ തിന്മകളിൽ നിന്നും വിമുക്തമാക്കിയാലേ സമാധാനം എനിക്കുണ്ടാവുകയുള്ളൂ. എൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കളയുന്ന 2 കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. 1, എന്നിലെ തിന്മകൾ. 2, മറ്റുള്ളവരുടെ തിന്മകൾ അല്ലെങ്കിൽ കുറവുകൾ. ആദ്യത്തേത് ഞാൻ മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് കഴിയുമ്പോൾ സമാധാനം ലഭിക്കും. 2-ാമത്തെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്: ഞാൻ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് അവരിലെ തിന്മകൾ മാറാൻ പരിഹാരവും പ്രാർത്ഥനയും അനുഷ്ഠിക്കുക. അതിനാണ് ഈ 25 നോമ്പ്. ദൈവം തിരുമനസ്സാകുന്ന സമയത്ത് ദൈവം അവരിൽ പ്രവർത്തിക്കും. അപ്പോൾ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. നല്ല മനസ്സിൻ്റെ സ്വഭാവവും ലക്ഷണവും എന്താണ്? അത് മറ്റൊന്നുമല്ല, തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനസ്സാണ് നല്ല മനസ്സ്. ദൈവ സന്ദേശം കേട്ട് അസ്വസ്ഥതപ്പെട്ട് നടന്ന മറിയം അവസാനം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്നു പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ആ സമയം മുതൽ അവൾ സന്മനസ്സിൻ്റെ ഉടമയും സമാധാന രാജാവായ യേശുവിൻ്റെ അമ്മയുമായി. എന്നിലെ ദൈവാശ്രയബോധം നഷ്ടമാകുമ്പോൾ എന്നിലെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് എൻ്റെ മനസ്സിലെ തിന്മയകറ്റി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് നയിച്ചാൽ ആരും നൽകാത്ത സമാധാനത്തിൻ്റെ ഉടമയാകും ഞാൻ. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം, ഇതിൻ്റെ തുടർച്ച നാളെ ഒരു ദിവസവും കൂടി നിങ്ങൾക്ക് നൽകുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.